പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി എടുത്തവരും ഉടമ്പടി എടുക്കാതിരിക്കുന്നവരും അവർക്ക് ആവശ്യമായ ആധ്യാത്മികമായ കഴിവ്, വിശ്വാസം, പ്രത്യാശ, ദീർഘക്ഷമയ ദൈവിക പുണ്യങ്ങളാൽ ഞങ്ങൾ എല്ലാവരെയും പ്രായോഗികമായി അങ്ങ് അഭിഷേകം എടുത്ത മക്കൾ ഓരോരുത്തരെയും ഓൺലൈൻ ഉടമ്പടിക്ക് പ്രാർത്ഥിക്കുന്ന മക്കളെയും അതിദിവ്യകാരുടെ കാലത്ത് സ്പർശിക്കുകയും നന്ദി പറയുന്ന കർത്താവേ, അവിടെ നിയോഗങ്ങളെ തൊടുന്ന നന്ദി പറയുന്ന കർത്താവേ, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന യേശുവേ ആരാധന. ആരാധിക്കുക കണ്ണടച്ച് കൈകൾ കൂപ്പി കൈ നെഞ്ചത്ത് വെക്കുക. നിന്റെ വീട്, നിന്റെ ജോലി, നിന്റെ ആരോഗ്യം, നിന്റെ സാമ്പത്തികാവസ്ഥ, കുടുംബത്തിൻ്റെ സമാധാനക്കുറവ്, ഭർത്താവിൻ്റെ മദ്യപാനം, കുഞ്ഞുങ്ങളുടെ തെറ്റായ പ്രണയബന്ധങ്ങളും, മൊബൈലിൻ്റെ അഡിക്ഷൻസ്, സാമ്പത്തിക കടങ്ങൾ, നിന്റെ വീട് വഴിയില്ലാത്ത അവസ്ഥ, വീടില്ലാത്ത അവസ്ഥകൾ, പലതരത്തിൻ്റെ യാത്രകൾ, നിന്റെ ജോലികൾ, നിന്റെ കറസ്പോണ്ടൻസ്, നിനക്ക് വരേണ്ട പേപ്പറുകൾ, സർട്ടിഫിക്കറ്റുകൾ, പരീക്ഷകൾ, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും സമർപ്പിക്കുക. എന്തെല്ലാം ഉടമ്പടിയിലുണ്ട് അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ അഭിഷിക്തം പ്രാർത്ഥിക്കുന്നു. ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും മനുഷ്യരാണ് കർത്താവേ ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. അവരുടെ എല്ലാ വിഷയങ്ങളും ഇപ്പോഴ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുവിന്റെ നാമത്തില് ഞാൻ ആശീർവദിക്കുന്ന കർത്താവ്. മാരക രോഗികള് യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ സൗഖ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ത്വക്ക് രോഗികളെ, കിഡ്നി രോഗികളെ, കരട് രോഗികളെ, മഹോദ രോഗികളെ, ത്രോൺസൈഡ് അസുഖമുള്ളവര്, തൈറോയ്ഡ് അസുഖമുള്ളവര്, തലയ്ക്ക് വേദനയുള്ളവര്, തലയ്ക്ക് ഞരമ്പുകൾക്ക് കിടന്ന് വീക്കമുള്ളവര്, ഹൃദയത്തിന് ബ്ലോക്കുള്ളവര്, കരളിൽ വേർത്തമുള്ളവര്, കിഡ്നി രോഗികൾ കർത്താവ്, വാതരോഗികൾ, ഉള്ളംകാൽ മുതൽ ഉച്ചവരെ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് നീ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ സ്പർശിച്ച് സൗഖ്യം നൽകുന്ന കർത്താവേ, സാക്ഷ്യമായി നന്ദി പറയുന്നു, സൗഖ്യങ്ങൾക്ക് നന്ദി പറയുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, പരിശുദ്ധ പരമാ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനും ആരാധനയും സ്തുതിയും. കൈകളെ വീണ്ടും രണ്ട് കൈകളും നെഞ്ചത്ത് വെച്ചുകൊണ്ട് നിന്റെ ജീവിതം, നിന്റെ കുടുംബം, നിന്റെ ജീവിതം, നിന്റെ ഹൃദയത്തില് വേദനിക്കുന്ന ഓരോ അവസ്ഥകള്, ചിന്തകള്, ഓർമ്മകള്, നിന്റെ ഉത്കണ്ഠകള്, നിന്റെ വ്യഗ്രതകള്, നിന്റെ ഭാരങ്ങള് എല്ലാം നിന്റെ കർത്താവിനെ ഏൽപ്പിക്കുക. കർത്താവേ, ഞാൻ 36 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഈശോയെ കർത്താവേ, കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്താൽ ഇപ്പോൾ കൈനെഞ്ചത്ത് വെച്ചുകൊണ്ട് ഈ ആരാധന കൂടുന്ന മക്കളുടെ ഹൃദയനെഞ്ചിലുണ്ടാകുന്ന പുകച്ചിലുകള്, ഭാരങ്ങള് കർത്താവേ, എന്തെല്ലാം വിഷയങ്ങളില് അവിടെ മനസ്സിന് വേദന അനുഭവിക്കുന്നവരുടെ ഹൃദയത്തിൽ കർത്താവേ, ഓരോ ദിവസം കർത്താവേ എന്തെല്ലാം ഭാരങ്ങള്, വേദനകള്, രോഗങ്ങള്, പല വിഷയങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠകള്, ആദികള്, ഭീതികള്, വ്യഗ്രതകള് മനസ്സിൽ കടന്നു പോകുന്ന ആ മനസ്സുകളെല്ലാം കർത്താവേ ജീവിക്കുന്ന ദൈവം നിന്റെ തിരുമുറിവാർന്ന വലതുകരത്താൽ സ്പർശിക്കണമേ. യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ അധികാരത്തെക്കുറിച്ച് ഭയങ്ങള്, വ്യഗ്രതകള്, ഉത്കണ്ഠകള്, അതിന്റെ മൂലക്കാരങ്ങൾ, അധികാര വിഷയങ്ങൾ, അടിസ്ഥാന വിഷയങ്ങള് ഇപ്പോഴും അടയാള സഹിതം യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. വ്യാധികളിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് ആരാധനയായിരുന്നു
തത്സമയവും അതായത് ഇപ്പൊ തന്നെ ഉദാഹരണത്തിന് ലൊംബാർഡ്സ്, വിസിഗോട്സ്, അതുപോലെ തന്നെ മൂർസ്, ഇവരെല്ലാം റോമിനെ ആക്രമിച്ച് പൊട്ടിച്ച് തവിട് പൊടിയായി കഴിഞ്ഞപ്പോൾ അച്ഛന്മാരെയും വിശ്വാസികളെയും സിസ്റ്റേഴ്സിനെയൊക്കെ നൂറുകണക്കിന് കൊല്ലുമായിരുന്നു ഈ ലൊംബാർഡ്സ്. ഇതിപ്പോൾ ഭീകരവർഗമാണ്. അങ്ങനെ വന്നപ്പോൾ ലൊംബാർഡ്സ് ക്ലാരപ്പുണ്യാളത്തിയുടെ കോൺവെന്റിലൊക്കെ 100 കുതിരകളുമായിട്ട് വെട്ടിക്കൊല്ലാൻ വേണ്ടി കയറുമ്പോൾ ക്ലാരപ്പുണ്യാളത്തി ഈ നാഴി പോലെ ഒരു സംവിധാനത്തിലാണ് കുർബാന അന്ന് സൂക്ഷിച്ചിരുന്നത് രോഗികൾക്ക് വേണ്ടി. ആ നാഴി, ചെറിയ നാഴിയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരും. കർത്താവേ, ഞങ്ങൾക്ക് ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഈ ലൊംബാർഡ്സിൻ്റെ മുമ്പിൽ ഇങ്ങനെ വിറച്ചു തള്ളി തുള്ളി കുർബാനയുമായിട്ട് നിൽക്കും. അതോടുകൂടി ഇവർ പിന്തിരിഞ്ഞു പോകും. അന്ന് മുതലാണ് ആരാധന തുടങ്ങുന്നത്, ദിവ്യകാരുണ്യ ആരാധന. അപ്പം ഇങ്ങനെ ആരാധനയായാലും ജപമാലയായാലും കുരിശിൻ്റെ വഴിയായാലും സഭയുടെ ഓരോ ആപൽഘട്ടങ്ങളിൽ കിട്ടിയ അഭിഷേകങ്ങളാണ്. അതെല്ലാം ഒരു വ്യക്തികളിലൂടെ തുടങ്ങിയതാണ്. ലോകത്തിന് പ്രതിസന്ധി വന്നപ്പോൾ വ്യക്തികളിലൂടെ ദൈവത്തിൻ്റെ അഭിഷേകത്തിലൂടെ ദൈവം തുടങ്ങിയ ലോക ശക്തീകരണത്തിൽ നടത്തിയ ദൈവബന്ധത്തിൻ്റെ ഒരു പ്രാർത്ഥനാ പദ്ധതികളാണ് അതൊക്കെ. പക്ഷെ ഉടമ്പടി അതല്ല. ഉടമ്പടി മനുഷ്യരാശിക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ ഉണ്ടായതല്ല, ദൈവത്തിനൊരു പ്രതിസന്ധി വന്നപ്പോൾ ദൈവം കണ്ടുപിടിച്ചതാണ് ഉടമ്പടി. അതാണ് മറ്റു പ്രാർത്ഥനകളും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തിന് പ്രതിസന്ധി വരുമ്പോൾ നിങ്ങളൊക്കെ ദൈവത്തിന് പ്രതിസന്ധിയാണ്. അതെ, ദൈവം സൃഷ്ടിച്ച ജനം ദൈവത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൽപ്പനകൾ മറന്ന് സാത്താന് വിധേയപ്പെട്ട് കൃപ നഷ്ടപ്പെടുത്തി പോയപ്പോഴാണ് ഏദനിലെ ആദ്യത്തെ ഉടമ്പടി ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? പിന്നീട് ഏദൻ്റെ ഉടമ്പടി കഴിയുമ്പോഴാണ് രണ്ടാമത്തെ ഉടമ്പടി. ആദത്തിൻ്റെ ഉടമ്പടി കഴിഞ്ഞ ശേഷമാണ് ഏദൻ ഉടമ്പടി. ഏദൻ ഉടമ്പടി തന്നെ ആണ് മരിയൻ ഉടമ്പടി. എന്താണ്? ഈ കൃപ നഷ്ടപ്പെട്ട മനുഷ്യന് വീണ്ടും കൃപ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ചാണ് ഉടമ്പടി. കൃപ നഷ്ടപ്പെട്ട മനുഷ്യന്, അശക്തരായിപ്പോയ മനുഷ്യർ, ദൈവത്തിന് അകന്നുപോയ മനുഷ്യർ, ജീവിതത്തിൽ തരിപ്പണമായി പരാജയപ്പെടാൻ പോകുന്ന മനുഷ്യനെ തൻ്റെ മാറോട് ചേർത്ത് വെക്കാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ചതാണ് ഉടമ്പടി. എയ്ഡൻ, കവനൻ്റ് ഓഫ് ഈഡൻ. അതിലെന്താണ് പറയണത്? നിനക്കും സ്ത്രീക്കും തമ്മിൽ 33:15 നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവൻ്റെ കുതികാലിന് നീ പരിക്കേൽപ്പിക്കുമെന്ന്. അപ്പം അവൻ അവിടെ വരികയാണ്. അവൻ മാത്രമല്ല, സ്ത്രീയും. അവൻ പറയണ പോലെ ചെയ്യാൻ പറയണത് സ്ത്രീയാണ്. മനസ്സിലായില്ലേ? അവൻ പറയണത് പോലെ ചെയ്യാൻ പറയണത് സർപ്പത്തിന് കുതികാലില്, സർപ്പത്തിന് തലക്ക് ചവിട്ടിയ അവൻ പറയണത് പോലെ ചെയ്യാൻ പറയണതും പറഞ്ഞ് ചെയ്യിക്കണതും സ്ത്രീയാണ്. ആ സ്ത്രീയാണ് മറിയാം. അവരുടെ മധ്യസ്ഥത്തിലാണ് ഈ മരിയൻ ഉടമ്പടി. അപ്പോഴിതെന്ന് പറയണത് ചൊല്ലണ പ്രാർത്ഥനയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ പ്രതിസന്ധി ഉണ്ടായ കാലത്ത് മനുഷ്യന്മാർ കണ്ടുപിടിച്ചതല്ല, ദൈവം മുൻകൈയെടുത്ത് ചെയ്തതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. കൈയിടിച്ച് കർത്താവിനെ എഴുന്നേൽക്കുക.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി നന്ദി കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി സ്തുതി സ്തുതി. മധ്യസ്ഥ പ്രാർത്ഥന. എല്ലാവർക്കും ഏറ്റു പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി ഞങ്ങളുടെ കുടുംബത്തെയും യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻ മുഖമിൻ ഹൃദയത്തിൽ ആനന്ദമേ.
Praise the Lord. Praise the Lord. ഞാൻ കണ്ണൂർ ജില്ലയിലെ പൈസിക്കരി എന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉടമ്പടി എടുത്തത് OET എക്സാം പാസ്സാകാൻ വേണ്ടിയാണ്. ഞാൻ 2 തവണ OET എക്സാം ഫെയിലായതിനു ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് ഈ കൃപാസനത്തിലേക്ക് മാതാവിൻ്റെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത്. എൻ്റെ മമ്മിയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ കൃപാസനം ഉണ്ടെന്നും ഇങ്ങനെ ഉടമ്പടി ഉണ്ടെന്നൊക്കെ എൻ്റെ മമ്മി പറഞ്ഞു. അതുവഴിയാണ് ഞാനിങ്ങോട്ട് വന്നത്. എനിക്ക് വളരെയേറെ സങ്കടത്തോടെ ഇരിക്കുമ്പോഴാണ് ഞാൻ വന്നത്. കാരണം 2ാം തവണ ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. പക്ഷേ എനിക്ക് അതിനൊരു സ്കോർ പോലും കിട്ടിയില്ല. അതിൻ്റെ വളരെ സങ്കടത്തോടെയാണ് ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. പക്ഷേ ആദ്യം ഉടമ്പടിയെക്കുറിച്ചോ ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് ജൂലൈ 5, 2022 അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് അതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ലായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഉടമ്പടിയുടെ നിയോഗങ്ങളും ഉടമ്പടിയുടെ നിർദ്ദേശങ്ങളൊക്കെ ഞാൻ കുറച്ച് പാലിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതൊക്കെ ഒരു യാന്ത്രികമായിട്ടെന്നാണ് പോലെ എന്ന് വെച്ചാൽ ബൈബിൾ വായിക്കും, കുർബാനയ്ക്ക് പോകും, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ വലിയ മനസ്സിൽ തട്ടിക്കൊണ്ടുള്ളതായിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷമാണ് ഞാൻ ഒരുപാട് ടെസ്റ്റ് മണീസ് കേൾക്കാൻ തുടങ്ങി. ഒരുപാട് ഇങ്ങനെയുള്ളത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ അവരെ ഒരുപാട് ഇങ്ങനെ മാതാവിനെക്കുറിച്ച് മാതാവിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു, അമ്മ എനിക്കും അങ്ങനെ ഒരു അനുഗ്രഹം നീ തന്നിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു. ഇതിന് ശേഷമാണ് ഞാൻ 3ാം തവണ എക്സാം എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. 3ാം തവണ എക്സാം എഴുതുമ്പോഴും എനിക്ക് രണ്ട് മൊഡ്യൂൾ, ആകെ 4 മൊഡ്യൂളാണുള്ളത്. അതിൽ 2 എണ്ണം കിട്ടി, 2 എണ്ണം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എന്തുകൊണ്ട് ദൈവമേ എനിക്ക് 2 എണ്ണം കിട്ടി, അത് ഞാൻ പഠിച്ചിട്ടാണ് എഴുതിയത്, എന്നിട്ടും 2 എണ്ണം കിട്ടി, ബാക്കി 2 എണ്ണം കിട്ടിയില്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതിനുശേഷം എനിക്ക് ദൈവം ഇങ്ങനെ മനസ്സിൽ തോന്നിച്ചു, ദൈവം എപ്പോഴും വിശ്വസ്തനായിരുന്നു, പക്ഷെ നീ എപ്പോഴും വിശ്വസ്തയായിരുന്നില്ല, കുറച്ചൊക്കെ ഞാൻ തെറ്റിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ തോന്നിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത്തവണ ഞാൻ എന്തായാലും ഇനി അടുത്ത തവണ ഞാൻ പുതുക്കുമ്പോൾ നന്നായി വിശ്വസ്തയോടെ അത് ഈ ഉടമ്പടി പൂർത്തിയാക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഒന്നുകൂടെ പഠിക്കാൻ വേണ്ടി ഞാൻ മുമ്പ് പഠിച്ച അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് പോകുന്നത്. ഇനി പോകുമ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേട്. ഓൾറെഡി 2 തവണ അവിടെ പഠിച്ചു, 3ാം തവണ അവിടെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും നാണക്കേടുമാണ്. എങ്കിലും ഞാൻ ഇങ്ങനെ വിശ്വസിച്ചു മാതാവ് എനിക്ക് തരും. അങ്ങനെ ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ തന്നെ തോന്നിച്ചു, ന്യൂസിലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡ് സ്കോർ എനിക്ക് ഓൾറെഡി ക്ലബിംഗ് സ്കോർ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് പോയ മൊഡ്യൂൾ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെ എഴുതാമെന്നൊക്കെ ഞാൻ വിചാരിച്ച് ഞാൻ മാതാവിനോടൊന്നും ചോദിച്ചില്ല. ഞാൻ സ്വന്തമായിട്ട് തീരുമാനിച്ചു ഞാൻ പോയത് മാത്രമേ എഴുതുന്നുള്ളൂ, കാരണം എനിക്ക് വലിയ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ന്യൂസിലൻഡ് തന്നെ വിചാരിച്ചു. പിന്നെ ഞാനിങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതിന് 1 ദിവസം മുമ്പ്, ഹോസ്റ്റലിൽ പോകുന്നതിന് 1 ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ ചുമ്മാ ചിറ്റിട്ട് മാതാവിനോട് ചോദിക്കുന്ന രീതി ഞാൻ ഇങ്ങനെ ചോദിച്ചു, മാതാവ് എനിക്കൊരു ആൻസർ നീ തരണം, ഞാൻ എങ്ങോട്ട് പോകും, UK അല്ലെങ്കിൽ അയർലൻഡാണ് എനിക്ക് വേണ്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ന്യൂസിലൻഡ് എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷേ 2 എണ്ണം മതിയല്ലോ, 2 എണ്ണം പഠിച്ചാൽ മതിയല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നതെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഞാൻ ചിറ്റിട്ട് നോക്കിയപ്പോൾ എനിക്ക് മാതാവ് തന്നത് UK എന്നാണ്. എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം UK ഒന്നുകൂടെ 4 എണ്ണം പഠിക്കാമെന്ന് വെച്ചെങ്കിൽ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ഓൾറെഡി എനിക്ക് ഇത്രയും സങ്കടം വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ അധികം തോറ്റിട്ടില്ലാത്ത ആളാണ്. ഞാൻ ഒരുപാട് പഠിക്കുക എന്നതിലല്ല, പക്ഷെ ഞാൻ അങ്ങനെ തോറ്റിട്ടില്ല. ആദ്യമായിട്ട് OETക്ക് വന്നിട്ടാണ് ഇങ്ങനെ ഞാനിപ്പം 2-3 തവണ തോറ്റത്. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മ പിന്നെ UK എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അമ്മയല്ലേ പറഞ്ഞത്, അമ്മ പറഞ്ഞ ഒരിക്കലും എന്തായാലും എന്ത് നല്ലതിനായിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ ഞാൻ അങ്ങോട്ട് പോയി പഠിക്കാൻ വേണ്ടി ആരംഭിച്ചു. കഴിഞ്ഞ തവണ ഞാൻ വിശ്വസ്തതയുണ്ടായിരുന്നുവെങ്കിൽ പോലും ഞാൻ നന്നായിട്ടൊന്നും അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തില്ല. ആ ഇടയ്ക്കാണ് ഞാൻ ബിബിൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ സാക്ഷി ഇവിടുന്ന് കേട്ടു. അയാൾ ബിബിൻ പറഞ്ഞ കാര്യം എനിക്ക് ഒരുപാട് അങ്ങ് എന്നെ സ്പർശിച്ചു. അദ്ദേഹം ഒരു അക്രൈസ്തവനാണ്. അദ്ദേഹം പ്രേക്ഷിത പ്രവർത്തനം ചെയ്തെന്ന് വെച്ചാൽ ഈ പത്രമൊക്കെ പോസ്റ്റൽ വഴി അയച്ചു കൊടുക്കുക, പിന്നെ ആണെങ്കിൽ ഓട്ടോ ഡ്രൈവേഴ്സിനാണ് കൂടുതൽ അദ്ദേഹം പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓട്ടോ ഡ്രൈവേഴ്സും വായിക്കും ആ പത്രം, പിന്നെ ആ വണ്ടിയിൽ കയറുന്ന ഓരോ വ്യക്തികളും വായിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു പുതിയൊരു താല്പര്യം. കാരണം ദൈവം എന്നോട് വിശ്വസ്തനായിരിക്കുമ്പോൾ അതുപോലൊരു വിശ്വസ്തത ഞാനും കാണിച്ചാൽ എൻ്റെ ദൈവം എന്നോട് എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചു.
രോഗികളെ കാണാൻ വേണ്ടി പോയി. ഞാൻ കോഴിക്കോടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കോഴിക്കോടുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവരത്ര നല്ല ഇതൊന്നും അല്ല. കാരണം പേഷ്യൻസിനെ കാണാൻ പറ്റില്ല, പത്രം കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഒരുപാട് എന്നെ വഴക്ക് പറഞ്ഞു. അപ്പോൾ എനിക്ക് സങ്കടം വന്നു. അവരെല്ലാം ഒരുമാതിരി നീ ഇത്രയും പഠിച്ച ആളല്ലേ, എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ നടക്കുന്ന എന്നൊരു രീതിയിലായിരുന്നു സംസാരം. ഓക്കെ, ഞാൻ അതിനുശേഷം അന്ന് തന്നെ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്ന് എനിക്ക് പേഷ്യൻസിനെ കാണാനും പറ്റി, രോഗികളെ കണ്ടു, അവർക്ക് പത്രമൊക്കെ കൊടുക്കാൻ പറ്റി. അതുപോലെ തന്നെ ഞാൻ വേറെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ ഒരു കെട്ട് പത്രം കൊടുത്ത് OET സ്റ്റുഡൻസിനാണ്. അതിലൂടെ ഒരുപാട് പേർക്ക് ഈ കൃപാസനത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചു. അവർക്ക് ഞാനാണെങ്കിൽ എഴുതി ഈ മാതാവിൻ്റെ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥന എഴുതിയൊക്കെ കൊടുത്തു. അങ്ങനെ ഒരുപാട് പേര് മാതാവിനെക്കുറിച്ച് അറിയാൻ വേണ്ടി സാധിച്ചു. ഇതിനൊക്കെ ശേഷമാണ് ഞാൻ 4ാം തവണ എക്സാമിന് വേണ്ടി ഒരുങ്ങിയത്. 4ാം തവണ എക്സാം ഒരുങ്ങുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. പക്ഷേ ഇത്തവണ ഞാൻ പഠിച്ചതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് എന്ന രീതിയിലാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. ഇപ്പോൾ ഞാൻ ടെസ്റ്റിമോണീസ് കേൾക്കാറുണ്ടല്ലോ. അപ്പം അതിലൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ എക്സാമിൻ്റെ സെൻറ്ററിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആരും ചവിട്ടാത്തടുത്ത് ഉപ്പിട്ടിട്ട് ആ സെൻറ്ററിൽ എക്സാമിന് എഴുതാൻ പോകാറുണ്ട്. അങ്ങനെ അത് കേട്ടിട്ട് ഞാൻ അതുപോലെ ഉപ്പിട്ടതിന് ശേഷം സെൻറ്ററിൽ പോവുകയും എക്സാം എഴുതുകയും ചെയ്തു. പിന്നെ ഉടമ്പടി കാശ് എൻ്റെ കൈ വെച്ചുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയത്. ആദ്യത്തെ 2 മൊഡ്യൂളും സ്മൂത്തായിട്ട് പോയി, കുഴപ്പമൊന്നുമില്ല. മുഴുവനായിട്ട് അറിയത്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതിപ്പോയി. 3ാം തവണ വന്നത് റൈറ്റിംഗ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ മൊഡ്യൂളാണ്, പക്ഷേ എനിക്ക് ഒരിക്കലും കിട്ടാത്ത മൊഡ്യൂളാണ്. അപ്പോൾ ഞാൻ 3ാമത് എഴുതുമ്പോൾ ഞാൻ എഴുതി ഏകദേശം ലെറ്റർ തീരാനായി. ഞാൻ സമയം നോക്കി 10 മിനിറ്റേ ഉള്ളൂ. ആ 10 മിനിറ്റിലാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എഴുതുന്നത് മുഴുവൻ തെറ്റാണെന്ന്. എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ബാക്കി ആ ലെറ്റർ പൂർത്തിയാക്കി. എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്കിനി ഒന്നും ചെയ്യാനില്ല മാതാവേ, നിനക്ക് മാത്രമേ ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞ് കുരിശ് വരച്ച് ഞാൻ ആ ആൻസർ ഷീറ്റ് അവർക്ക് കൊടുത്തു. അങ്ങനെ 4 മൊഡ്യൂളും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയതിനു ശേഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവേ, എനിക്ക് ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം മാതാവ് എനിക്ക് തരുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് അത് കൂടാതെ തന്നെ ഞാൻ ഒരു കാര്യം പ്രാർത്ഥിച്ചു. എൻ്റെ ബർത്ത്ഡേ ആണ് നാളെ, April 1. അപ്പോൾ അതിനു മുമ്പ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ എനിക്കിത് തരണം, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, എനിക്ക് തരണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഈ ചൊവ്വാഴ്ച എനിക്ക് റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അയർലൻഡ് സ്കോർ എനിക്ക് കിട്ടി. ഇത്രയൊക്കെ തന്നെ എൻ്റെ അമ്മ മാതാവിന് തിരുക്കുമാറിന് ഞാൻ നന്ദി പറയുന്നു. ഒപ്പം തന്നെ എനിക്ക് 2ാമത് ഒരു അനുഗ്രഹങ്ങൾ പറയാനുണ്ട്. അതെൻ്റെ ആൻറ്റിക്ക് കിട്ടിയ അനുഗ്രഹമാണ്. എൻ്റെ ആൻറ്റി ഇസ്രായേൽ ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ആ ആൻറ്റിക്ക് ആദ്യം ജോലി ഉണ്ടായിരുന്നു, പിന്നെ ജോലി പോയി. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി 5-ാം തീയതി ജൂലൈ ആണ് എടുത്തത്. അതിനുശേഷം 10-ാം തീയതി ജൂലൈ ആകുമ്പോഴേക്കും ആൻറ്റിക്ക് ജോലി കിട്ടി. അതിൽ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷമായിരുന്നു. എന്നാൽ ഒരു 3-4 മാസത്തിന് ശേഷം ആ ജോലി പിന്നെയും പോയി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചു കൊടുത്ത ജോലിയല്ലേ ഇത്, അപ്പോൾ എനിക്ക് എൻ്റെ ആൻറ്റിക്ക് എന്തായാലും ജോലി ഇനി വേണം. കാരണം ഒരുപാട് ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉള്ള ആളാണ്. ഇപ്പോൾ ജോലി വേണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതുവഴിയായിട്ട് ആൻറ്റിക്ക് പിന്നെയും ജോലി കിട്ടുകയും ഇപ്പോൾ ജോലി സുരക്ഷിതമായിട്ട് ചെയ്യുകയും ചെയ്യുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിന് തിരുക്കുമാറിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് സജന. ഞാൻ ചെല്ലാന ഇടവക സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ. ഞാനിവിടെ 2019 മെയ് 8-നാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ മകൻ IELTS എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഉടമ്പടി ഞാൻ എടുത്തത്. അത് ആദ്യമായിട്ട് വെച്ച ഉടമ്പടി അതായിരുന്നു. അതിൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മകൻ IELTSന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയും എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോയി. ആ സമയത്ത് ഞാൻ ഉടമ്പടി കാശുരൂപം എൻ്റെ മോൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിരുന്നു. അത് വെച്ച് പ്രാർത്ഥിച്ച് മോൻ എക്സാം എഴുതി. അതിൻ്റെ ഫലമായിട്ട് ഞാൻ വീട്ടിലിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ആദ്യത്തെ ചാൻസിൽ തന്നെ എൻ്റെ മകന് IELTS പാസ്സാവാനായിട്ട് മാതാവ് അനുഗ്രഹിച്ചു. 2ാമത് മോന് മാസ്റ്റേഴ്സ് എടുക്കാനായിട്ട് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് ഉടമ്പടിയിൽ വെച്ചിരുന്നു.
അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ അച്ഛനെ കാണുകയും അച്ഛൻ മോൻ്റെ കയ്യിൽ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ച്